ആറ്റിങ്ങൽ വലിയകുന്ന് സർക്കാർ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കലശലായ ചെവിവേദന അനുഭവപ്പെട്ട 4.5 വയസ്സുള്ള മകളെയും കൊണ്ട് വെഞ്ഞാറമൂട് സ്വദേശി നജ്മുദ്ദീനും ഭാര്യയും ആശുപത്രിയിലെത്തി. കുട്ടിയെയും കൊണ്ട് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറുടെ അടുത്തെത്തിയപ്പോഴേക്കും 12 മണിയായി. സമയം കഴിഞ്ഞതിനാൽ പരിശോധിക്കാനാവില്ല എന്നായി ഡോക്ടർ. രോഷാകുലനായ ഡോക്ടർ കുട്ടിയെ തള്ളിയിട്ട ശേഷം ചോദ്യം ചെയ്ത നജ്മുദ്ദീനെ മർദ്ദിച്ചതായി ദൃക്സാക്ഷികളും നജ്മുദ്ദീൻ്റെ ഭാര്യയും പറയുന്നു. ഞാൻ ഇവിടെ നിന്നപ്പോഴേ നിഴലിൽ അയാൾ തള്ളിക്കൊണ്ട് പോകണതുണ്ട്. അങ്ങനെയാണ് ഞാൻ കൊച്ചുങ്ങളെ വിളിയും കേട്ട് ഞാൻ കയറി ചെന്നപ്പോൾ അയാളെ തോളിൽ കാലുവിട്ട് ഇരുന്ന് അടിക്കുന്നതാണ് കണ്ടത്. കൊച്ചുങ്ങൾ രണ്ടും അതിൻ്റെ അടിയിൽ കിടന്ന് കരയുന്നു, തള്ളയും കൂടെ കൊച്ചുങ്ങൾ അമ്മയും കൂടെ. എന്നിട്ട് ഞാൻ ഈ ഡോക്ടറെ തള്ളി പിടിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടും അയാൾ ഓടി ഓടി ചെന്ന് അടിക്കുന്നു, എന്നെ തള്ളി മാറ്റി. ഞാനാണ് ഫസ്റ്റ് ചെന്ന് കയറിയത് കണ്ടത്. അടിക്കല്ലേ സാറേ, ഞാൻ കുറേ വിളിച്ചു, അടിക്കല്ലേ സാറേ പാവം, അടിക്കല്ലേ സാറേ, കൊച്ചുങ്ങളോടൊന്ന് കരയണു എന്നൊക്കെ കുറേ പറഞ്ഞിട്ടാണ് തള്ളി പിടിച്ച് മാറ്റി. അപ്പോൾ എന്നോട് പറഞ്ഞ് പോലീസിനെ വിളിക്കായി. ഞാൻ പിന്നെ അയാൾ എന്തൊരു ചെയ്ത് സാറല്ലേ അടിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടറാണ് അയാളെ നല്ലോണം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചുങ്ങൾ രണ്ടും അതിൻ്റെ ഇടയിൽ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഡോക്ടർ നോക്കുന്നില്ല. ഡോക്ടർ അയാളെ ചേർത്ത് നല്ലോണം അടിക്കുക, നല്ല വൃത്തി അടിക്കുക. ഞാൻ ചേച്ചി ആവത് പറഞ്ഞു, ചേച്ചി പറഞ്ഞ് അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. ഞാൻ എൻ്റെ കൊച്ചിനേറെ കളഞ്ഞിട്ടാണ് മുകളിൽ വന്നിരിക്കുന്നത്. എൻ്റെ കൊച്ചിനേറെ കളഞ്ഞിട്ടാണ് ഞാൻ ഞാനും കണ്ടതില്ല. ഞാൻ വന്നപ്പോഴും ഡോക്ടറെ കാണിക്കാൻ വന്നു. അപ്പോൾ അവർ സമയം കഴിഞ്ഞ് തുണ്ട് ഇതല്ലെന്ന് പറഞ്ഞു. തുണ്ട് അവിടെ ചോദിച്ചപ്പോൾ അവർ തുണ്ട് ഇതല്ല തരില്ലെന്ന് പറഞ്ഞു. നേരെ സമയം കഴിഞ്ഞ് തുണ്ട് തരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് പിന്നെ നമ്മൾ തുണ്ട് വേറെന്ന് എഴുതി കൊണ്ടുവരാം, അപ്പം നോക്കാൻ പറ്റില്ല, സമയം കഴിഞ്ഞ് നോക്കൂലെന്ന് പറഞ്ഞു. അത് ഡോക്ടർ എണീച്ച് വന്നുകൊണ്ട് ഇവരെ തള്ളി. നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് എണീച്ച് പോയപ്പോൾ ഇവരെ വന്ന് തള്ളിയപ്പോൾ കൊച്ചവിടെ നിൽക്കുകയാണ്, ചേറിൻ്റെ അടുത്ത്, സ്കൂളിൻ്റെ അടുത്ത് കൊച്ചു നിൽക്കണം. അപ്പോൾ കൊച്ചിനടുത്ത് തള്ളി വന്നുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. എത്ര പ്രാവശ്യം മോളെ തള്ളി? തള്ളിയപ്പോൾ തറയിൽ മറിഞ്ഞ് വീണ്. ഞാൻ എടുത്ത് പൊക്കി വെച്ച് അപ്പോൾ ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരെ പിടിച്ച് വലിക്കാൻ പോയി. ആ പേനുണ്ട് കയ്യിൽ, ഇതാ പേനുള്ള പണിയിരിക്കുന്നത്. ആ പുള്ളിക്കാരൻ ഹസ്ബൻഡാണ്. നജ്മുദ്ദീന്റെ മുഖത്തും കയ്യിലും പരിക്കുകളുണ്ട്. പിടിച്ചു മാറ്റിയിട്ട് മാറണ്ടേ, വീണ്ടും അടിക്കാൻ നിൽക്കുക. അത് ഇവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ സാക്ഷിയാണ്. ഇവിടെയുള്ള സ്റ്റാഫുകളെ മുമ്പിൽ വെച്ച് നമ്മളെ പോലീസുകാർ വെച്ച് കണ്ട ഒറ്റ ഇതുള്ള ഒരു സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ മുമ്പിൽ വെച്ച് കഴിയണം, കോട്ടയിലെ സാറിൻ്റെ മുമ്പിൽ വെച്ച്. ഈ ഡോക്ടറെ കുറിച്ച് നല്ലത് പറയുന്നവരില്ല.